ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടെ ഇറാനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔൺ. ലബനനെ ഇറാന്റെ വിലപേശൽ ആയുധമാക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജോസഫ് ഔൺ. ഇസ്രായേലും ലബനനും ബുധനാഴ്ച പുതിയ വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചതിന് പിന്നാലെയായിരുന്നു പ്രസിഡന്റിന്റെ പ്രസ്താവന. കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകളിൽ ഇറാൻ ലബനനെ കേവലം ഒരു വിലപേശൽ ആയുധം മാത്രമായാണ് ഉപയോഗിക്കുന്നതെന്ന് ജോസഫ് ഔൺ കുറ്റപ്പെടുത്തി. CNN നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രസിഡന്റിന്റെ നിർണായക പ്രസ്താവന. ഇത് നിങ്ങളുടെ രാജ്യമല്ല, ഞങ്ങളുടെ രാജ്യമാണ്. ലബനന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ടത് നിങ്ങളുടെ ജോലിയല്ല എന്ന് ജോസഫ് ഔൺ അഭിമുഖത്തിൽ തുറന്നടിച്ചു. ഇറാന്റെ പ്രാദേശിക താൽപര്യങ്ങൾക്ക് വേണ്ടി ലബനനിലെ ജനങ്ങൾ വലിയ വില നൽകേണ്ടി വരികയാണെന്നും ഭൂരിഭാഗം ജനങ്ങളും യുദ്ധമടുത്തവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലബനീസ് പ്രധാനമന്ത്രി നഫഫ് സലാമും സമാനമായ രീതിയിൽ ഇറാന്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. US മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ലബനനും ഇസ്രായേലും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ ധാരണയിലെത്തിയെങ്കിലും ഹിസ്ബുല്ല തലവൻ നഈം ഖാസി ഈ കരാർ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. തെക്കൻ ലബനനിൽ നിന്നും ഹിസ്ബുല്ല പിൻവാങ്ങണമെന്ന നിബന്ധനയാണ് ഇവർ നിരസിച്ചത്. ഇതേ തുടർന്ന് ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടരുകയും ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും വലിയ തോതിൽ ജനങ്ങൾ നാടുവിടാൻ നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു. അമേരിക്കയുമായുള്ള വിപുലമായ പ്രാദേശിക ചർച്ചകളിൽ സ്വന്തം നേട്ടങ്ങൾക്കായി ഇറാൻ ലബനാനെ ഉപയോഗിക്കുന്നു എന്നാണ് ലബനീസ് നേതൃത്വത്തിന്റെ പ്രധാന ആരോപണം. വാഷിംഗ്ടണുമായുള്ള സമാധാന ചർച്ചകളിൽ ലബനനിലെ വെടിനിർത്തൽ കൂടി ഒരു നിബന്ധനയായി ഇറാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അവരെ പ്രകോപിപ്പിച്ചത്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും നയതന്ത്ര തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ടത് ലബനൻ ഭരണകൂടം മാത്രമാണെന്നും ഇറാന്റെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് ഹിസ്ബുല്ല യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് അംഗീകരിക്കാനാകില്ല എന്നുമാണ് പ്രസിഡന്റ് ജോസഫ് ഔണിന്റെ നിലപാട്. ഔണിന്റെ പ്രസ്താവനയോട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. പ്രസിഡന്റിന്റെ വാക്കുകൾ കേട്ടാൽ തോന്നും ലബനന്റെ 1/5 ഭാഗം കൈവശപ്പെടുത്തി ദിവസവും ബോംബിടുന്നത് ഇറാനാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ലബനനെ ഇറാൻ വിലപേശൽ ആയുധമാക്കിയിരുന്നെങ്കിൽ പണ്ടേ നയതന്ത്ര ധാരണകൾ സാധ്യമാകുമായിരുന്നുവെന്നും യഥാർത്ഥ ശത്രുവായ ഇസ്രായേലിൽ നിന്ന് ലബനനെ രക്ഷിക്കാനാണ് പ്രസിഡന്റ് ശ്രമിക്കേണ്ടതെന്നും അറാഗ്ചി കൂട്ടിച്ചേർത്തു. അതേസമയം ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയും ലബനൻ പാർലമെന്റ് സ്പീക്കറുമായ നബി ബറി ഇസ്രായേൽ സൈന്യം അതിർത്തിയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഹിസ്ബുല്ല തെക്കൻ ലബനനിൽ നിന്ന് മാറുന്നതിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്.